ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. തീരെ മനസ്സിലാവാത്തവർക്ക് അല്ലെങ്കിൽ ഇതുവരെ നമ്മളൊരു ചുരിദാർ പോലും ചെയ്തിട്ടില്ലാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മളൊരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് 4 നമ്മൾ ഫോൾഡ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മുടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് വീതി ഉള്ളതായതിനെ കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ക്ലോത്തും കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ 4 ഫോൾഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സ്ലീവിനൊക്കെ പീസ് ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആം ഹോളും നമ്മൾ 7 ഇഞ്ച് തന്നെ കൊടുത്തിട്ടോ. പിന്നെ ചെസ്റ്റ് നമ്മൾ 9 കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ഇഞ്ച് എക്സ്ട്രായും നമ്മൾ കൊടുത്ത്. ഇത് നമ്മൾ ഒരു 32 ചെസ്റ്റ് അളവാണ് വരുന്നത്. നമ്മൾ ലാർജ് സൈസ് എന്നൊക്കെ പറയാം, ആ ഒരു സൈസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ്. അപ്പം 7 ഇഞ്ച് ഷോൾഡർ കൊടുത്തു, 7 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ 9 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് വിടുത്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മൾ ബാക്കിൽ 3 കൊടുക്കുന്നത്, ഫ്രണ്ടിൽ നമ്മളൊരു 6 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു വീനെക്കാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബോക്സ് പോലെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് 1 ഇഞ്ചിലേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക ബാക്കിൽ. ഫ്രണ്ടിൽ നമുക്ക് വീനെക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് രണ്ടും ഇതേപോലെ ഒന്ന് ബോക്സ് പോലെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അല്ലാത്ത പക്ഷം എന്താ വെച്ചാൽ നമ്മളെ വിടുത്ത് നമ്മൾ നെക്കിൻ്റെ കാര്യങ്ങൾ വൈഡായിപ്പോവും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം കറക്റ്റ് ബോക്സ് പോലെ തന്നെ വരച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് 1 ഇഞ്ചിൽ ഇതേപോലെ നമ്മളൊരു ഡോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ബാക്ക് നെക്കിന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൽ ഒരു 6 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ വീനെക്ക് ചെയ്യുന്നത്. വീനെക്ക് ഇതേപോലെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ വീനെക്കിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്കിങ് കൊടുക്കുക. ആ 3 ഇഞ്ച് വിടത്തിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ടിങ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ മെയിൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ചെസ്റ്റ് അളവാണ്, അത് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി വരുന്നത് നമുക്ക് നമ്മുടെ വേസ്റ്റ് ഹിപ്പ് ഈ 3 ലെങ്ത്ത് തരണമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മളൊരു ചെരിവ്, അത് നമ്മൾ 1/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പറഞ്ഞല്ലോ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പിൻ്റെ അളവ്, അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അളവ്. അപ്പം നമ്മുടെ ഷേപ്പ് ഏകദേശം വരുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചിലാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. പിന്നെ നമ്മുടെ 19 ഇഞ്ചിലാണ് നമ്മുടെ ഹിപ്പിൻ്റെ അളവ് വരുന്നത്. അത് രണ്ടും ആദ്യം തന്നെ നമ്മളൊന്ന് ചോക്കെടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വരച്ചിട്ടുള്ളതിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മളൊരു 13 ഇഞ്ചിൽ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്, 19 ഇഞ്ചിലും ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മെഷർമെൻറ്റാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യുക, അതോട് 2 ഇഞ്ച് എക്സ്ട്രായും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. കാരണം 10 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ കേസിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ. ഹിപ്പിൻ്റേത് ശരിക്കും നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് ഏകദേശം വരിക. നമ്മളൊരു 9 ഇഞ്ച് കൊടുത്തിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താലും മതി. എന്നാൽ ഹിപ്പ് കുറച്ചൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ 1 ഇഞ്ച് നമ്മൾ സൈഡ് ഓപ്പണ് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് നമ്മൾ മാർക്കിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 44 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് പറയുന്നത്. പിന്നെ അതിന് കണക്കാക്കിയിട്ട് വരച്ച് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മെയിൻ കുർത്തിയുടെ മെഷർമെൻറ്റും കാര്യങ്ങളായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ കൈക്കുഴി ഒന്ന് വരച്ച് കൊടുക്കാറുണ്ട്. അത് ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ ആ കർവ് ഇതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് ഇതേപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് 1/4 ഇഞ്ച് തൊട്ട് താഴെയായിട്ട് 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കുഴിച്ച് ഒന്നുകൂടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഭാഗം ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചുളിവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രം നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്യുക, അതായത് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക.
ഫസ്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള ആം ഹോൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഫുൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രണ്ട് പോർഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ആ കൈക്കുയിൻ്റെ ആ 4 ഇഞ്ച് കുറച്ചിട്ടുള്ളതും അതേപോലെ തന്നെ വീനക്കൊക്കെ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ. ഇതുവരെ മെഷീൻ ഉണ്ടായിട്ട് പോലും നമുക്ക് നമ്മുടേത് സ്വന്തമായിട്ട് ചെയ്യാൻ ഇതുവരെ കഴിയാത്തവരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എന്തായാലും ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്ത് പോവാം. ഇനിയെങ്കിലും നമുക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 19 ഇഞ്ചിലാണ് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്നത്. അവിടെ ഇതേപോലെ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ 2 സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് സൈഡ് ഓപ്പൺ ചെയ്യേണ്ടതല്ലേ. അപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കൈക്കുയി ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട്. അതേപോലെ തന്നെ വീനെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ക്രോസ് പീസ് കാര്യങ്ങളോ അതേപോലെ തന്നെ നമ്മൾ ക്യാൻവാസോ കാര്യങ്ങളൊന്നും നെക്കിന് ചെയ്യുന്നില്ല. ഈ ക്രോസ് പീസ് മറിച്ചടിച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കുക, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ. ഇതിപ്പം നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളും മാത്രമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ സ്ലീവ് ഇതേപോലെ 9 ഇഞ്ച് ലെങ്ത്തിൽ 20 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. അപ്പോൾ 20 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആ കൈയിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിട്ടുള്ളത് 9 ഇഞ്ചിലാണ്. അപ്പം നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് സ്ലീവ് മാത്രമായിട്ട് ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ.